ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഴുവൻ പ്രതികളുടെയും വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്. കേസിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിൽ ED റെയ്ഡ്. കേരളം, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായാണ് റെയ്ഡ് നടക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണശേഖരത്തിൽ നടന്ന ക്രമക്കേടുകൾക്ക് പുറമെ ഇതിലൂടെ സമ്പാദിച്ച പണം വെളുപ്പിക്കൽ, ബിനാമി പേരിലുള്ള കൈമാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ശേഖരിക്കുകയാണ് കേന്ദ്ര ഏജൻസിയുടെ ലക്ഷ്യം. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ കേസ് അന്വേഷിക്കുന്നുണ്ടെങ്കിലും സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തി കണക്കിലെടുത്താണ് ED ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. SITയുടെ അന്വേഷണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ എന്ന പോലെ എല്ലാവരുടെയും നിരീക്ഷണത്തിലാണ്. ഇത് ആർക്കും ആരെയും രക്ഷിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. വൈകിയാണെങ്കിലും ഇവരെല്ലാം നിയമത്തിന്റെ മുന്നിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. രണ്ടാമതൊരു കാര്യം, വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് 19/1/2026 വിധിയിൽ പറഞ്ഞിരിക്കുന്നത്, ശബരിമല ക്ഷേത്രത്തിൽ സ്വർണ്ണപ്പാളികൾ സ്ഥാപിച്ച ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും അടക്കമുള്ള അമൂല്യ വസ്തുക്കൾ 2019 CPM നേതൃത്വം നൽകിയ ബോർഡിന്റെ ഒത്താശയോടെ മുഴുവനായി മാറ്റിയെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അത് VSSC നടത്തിയ ശാസ്ത്രജ്ഞരുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് മാറ്റിയെന്ന് പറഞ്ഞിരിക്കുന്നത്. ഒറിജിനൽ ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളി അടക്കമുള്ള അമൂല്യ വസ്തുക്കളും ഏതോ കോടീശ്വരന് വിറ്റു എന്ന പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിടുന്നതാണ് ഹൈക്കോടതിയുടെ ഈ വിധി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ A. പത്മകുമാർ, N. വാസു എന്നിവരുടെ വസതികളിൽ പുലർച്ചെ മുതൽ ED ഉദ്യോഗസ്ഥർ വിശദമായ പരിശോധന ആരംഭിച്ചു. കേസിലെ മുഖ്യപ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവരുടെ വീടുകളും റെയ്ഡിന്റെ പ്രധാന കേന്ദ്രങ്ങളാണ്. ഇതിനു പുറമെ മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി S. ജയശ്രീയുടെ തിരുവല്ലയിലെ വീട്ടിലും പരിശോധന തുടരുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ഭരണസമിതിയെ ഇടയ്ക്കിടെ പ്രവർത്തനങ്ങൾ അന്വേഷിക്കട്ടെ. അത് കോടതിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അന്വേഷിക്കും. ഞാനൊന്നും പറയേണ്ട ഒരു കാര്യമുള്ള കാര്യമല്ല. പുതിയ ബോർഡിന്റെ ഒരു ചാലഞ്ച് തന്നെ എന്താണ്, ഈ സംഭവങ്ങൾ കൊണ്ടെല്ലാം വിശ്വാസികൾക്ക് ദേവസ്വം ബോർഡിൽ എന്തെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കണം. അത് വീണ്ടെടുക്കുന്നത് എങ്ങനെ? അതിപ്പം കൂടെ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. വീണ്ടെടുക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ കൂടുതൽ സുതാര്യത ഉണ്ടാവണം, അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കണം. അത്തരത്തിലുള്ള സിസ്റ്റംസ് പരിഷ്കരിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് ഞാനിപ്പോൾ. ശബരിമലയുടെ തിരക്ക് കഴിഞ്ഞുകൊണ്ട് ശബരിമല അടച്ചു. ഇനിയിപ്പോൾ സാധാരണ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ പോകുന്ന വിശ്വാസികൾക്ക് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ, പെരുമാറ്റങ്ങൾ, അവരുടെ രസീത് കൊടുപ്പ് തുടങ്ങിയ എല്ലാ കാര്യത്തിലും കുറച്ച് സംശയങ്ങളും പരാതികളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് പരിഹരിക്കണം എന്നാണ് പുതിയ ബോർഡിൻ്റെ ആഗ്രഹം. അത് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് നടന്ന കാര്യങ്ങളെപ്പറ്റിയും അന്വേഷണത്തെ പറ്റിയും ഞാൻ എന്തെങ്കിലും ഉത്തരം പറയുന്നത് ശരിയല്ല. സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി എന്നിവരുടെ സ്ഥാപനങ്ങളിൽ നിന്നും കള്ളപ്പണ ഇടപാടുകളിലേക്ക് വിരൽ ചൂണ്ടുന്ന നിർണായക രേഖകളും ഡിജിറ്റൽ തെളിവുകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തു. തിരുവനന്തപുരത്ത് KP ശങ്കർദാസ്, N. വിജയകുമാർ, S. ബൈജു എന്നിവരുടെ വീടുകളിലും ED പരിശോധന നടത്തി. ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികളുടെ തൂക്കത്തിൽ കുറവ് കണ്ടെത്തിയതിനെ തുടർന്നാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ആരംഭിക്കുന്നത്. ഈ കൊള്ളയ്ക്ക് പിന്നിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഇടനിലക്കാരുടെയും വലിയൊരു ശൃംഖല തന്നെയുണ്ടെന്നതാണ് EDയുടെ പ്രാഥമിക നിഗമനം. നിലവിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിൽ പരിശോധനകൾ ഇല്ല എന്ന് ED വ്യക്തമാക്കിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരും വ്യാപാരികളും ഉൾപ്പെടെ ഈ വൻ സാമ്പത്തിക ക്രമക്കേടിന്റെ മുഴുവൻ വിവരങ്ങളും പുറത്തു കൊണ്ടുവരാൻ ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ വഴി സാധിക്കുമെന്നാണ് ED കരുതുന്നത്. റെയ്ഡിൽ ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ പ്രതീക്ഷിക്കാം. Subscribe to One India and never miss an update.